ബേബി സിറ്റർ ജോബിന് വേണ്ടിയിട്ട് ഈ പെണ്ണ് ഈ വീട്ടിലേക്ക് വരുന്നു. ആ വീടാണെങ്കിൽ ഒരു വലിയ പാലസിന്റെ ലുക്കിലാണ് ഉള്ളത്. പക്ഷേ ആ വീട്ടില് ഒരു മുത്തശ്ശനും ഒരു മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. അവർക്ക് എന്നും ഗ്രോസറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാള് മാത്രം വന്നിട്ട് പോകുന്നത് ഈ പെണ്ണ് നോട്ട് ചെയ്യുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അവളോട് എന്റെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നും പറഞ്ഞ് ഒരു മുറിയിലേക്ക് വിളിച്ചോണ്ട് പോകുന്നു. കയറി ചെന്ന് നോക്കിയപ്പോഴാണ് ഇവക്ക് മനസ്സിലാകുന്നത് ഒരു പാവേനെയാണ് അവരുടെ മകനാന്നും പറഞ്ഞ് ഇവക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഇതൊക്കെ കണ്ട് ഇവള് ഷോക്ക് നിൽക്കുന്നു. എന്നിട്ട് അവളോട് ആ മുത്തശ്ശി ഈ പാവേനെ എങ്ങനെയൊക്കെ നോക്കണമെന്ന് ഒരു റൂൾസ് തന്നെ അവളോട് പറയുന്നു. രാത്രിയാകുമ്പോൾ പാട്ട് പ്ലേ ചെയ്താൽ മാത്രമേ അവൻ ഉറങ്ങുകയുള്ളൂ. അവൻ ഉറങ്ങുന്നതിന് മുമ്പ് അവന് ഗുഡ് നൈറ്റ് പറയണം. ഗുഡ് നൈറ്റ് പറഞ്ഞതിന് ശേഷം അവനൊരു കിസ്സും കൊടുക്കണം. മെയിൻ ആയിട്ട് ഗസ്റ്റ് ആരും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പാടില്ല. പിന്നെ ഫ്രിഡ്ജിൽ എപ്പോഴും അവന് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം എന്നൊക്കെ റൂൾസ് അവളോട് പറയുന്നു. ഇവര് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് ഇവക്ക് ആ പാവേനെ കാണുന്നത് തന്നെ ഭയമാകുന്നു. എന്നിട്ട് ഈ മുത്തശ്ശനും മുത്തശ്ശിയും ചിലപ്പോ പ്രാന്തായിരിക്കുമോ എന്നൊക്കെ ഇവള് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇവള് വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അവൾ അവിടെ വെച്ചിരുന്ന അവളുടെ ഷൂ കാണാതെ പോയത് ഇവള് ശ്രദ്ധിക്കുന്നു. അന്നേരം ആ മുത്തശ്ശി അതെന്റെ മകനായിരിക്കും എടുത്തത്, അവൻ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. ഈ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞ പിന്നെ അവക്ക് വിറയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇവളുടെ വീട്ടിലെ കഷ്ടപ്പാട് കാരണം അറ്റ്ലീസ്റ്റ് 1 month എങ്കിലും ഇവിടെ ജോലി ചെയ്ത് അതിന്റെ സാലറിയും കൊണ്ട് പോകണമെന്ന് ഇവള് ചിന്തിക്കുന്നു. അടുത്ത ദിവസം മോർണിംഗ് ആ പാവയുടെ മുറിയിൽ ടോയ്സ് ഒക്കെ താഴെ കിടക്കുന്നത് ഇവള് കാണുന്നു. അതിന് ആ ടോയ്സ് ഒക്കെ എന്തിനാ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് ആ മുത്തശ്ശി ആ പാവേനെ വഴക്ക് കൂടുന്നതും കണ്ടപ്പോഴത്തേനും ഇവള് കൺഫേം തന്നെ ചെയ്യുന്നു. ഇവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ പോകുവാണ്, അതുകൊണ്ട് നീ വേണം എന്റെ മകനെ ടേക്ക് കെയർ ചെയ്യാന് എന്നൊക്കെ അവളോട് പറഞ്ഞിട്ട് കുറെ ലിസ്റ്റും അവളുടെ കയ്യിൽ കൊടുക്കുന്നു. പോകാൻ നേരത്ത് അവളുടെ കയ്യിൽ ആ പാവേനെ കൊടുത്തിട്ട് ഞങ്ങൾ വരാൻ കുറച്ച് ദിവസമാകും, അതുവരെ നീ വേണം ഇവനെ ടേക്ക് കെയർ ചെയ്യാന്. നീ ആ റൂൾ പേപ്പറിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവൻ നല്ല കൊച്ചായിട്ട് നിന്റെ കൂടെ ഇരിക്കും. നീ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവര് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നു. അവരേതാണ്ട് പറയാൻ വന്നിട്ട് പറയാതെ പോയത് കൊണ്ട് ഇവൾ കുറച്ചുകൂടി ടെൻഷൻ ആകുന്നു. പക്ഷെ അവരവിടുന്ന് പോയപ്പോ ഇവൾ അതൊരു പാവയല്ലേ എന്നും പറഞ്ഞ് അതിനെ എടുത്ത് ബെഡയിലേക്ക് ഇട്ടിട്ട് ഇവളുടെ പണി നോക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം ഗ്രോസറി കൊണ്ടുവരാൻ വന്ന ആ ചെറുക്കനോട് ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അതിന് ആ ചെറുക്കൻ 20 വർഷത്തിന് മുമ്പ് ഇവർക്കൊരു മകനുണ്ടായിരുന്നു, ആ മകൻ മരിച്ചുപോയി, ഒരു ഫയർ ആക്സിഡന്റിലാണ് മരിച്ചത്, അന്ന് തൊട്ട് ഇവർ ആ പാവനെ ഇവരുടെ മകനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആ ട്രിപ്പിന് പോവാന്ന് പറഞ്ഞിട്ട് പോയ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ പോക്കറ്റിൽ കല്ല് വെച്ചിട്ട് ഒരു ലേക്കിലേക്ക് ചാടി അവർ സൂസൈഡ് ചെയ്യുന്നു. അവര് പോകുന്നതിന് മുമ്പ് അവരുടെ മകന് അവരൊരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് പോയത്. ഇവൾ അന്ന് രാത്രി ആ പാവേനെ കിടത്തി ഉറക്കിയിട്ട് ഇവളും കിടന്നുറങ്ങുന്നു. അന്നേരം പുറത്താരാണ്ട് നടക്കുന്നത് പോലെ ഒച്ച കേൾക്കുന്നത് കൊണ്ട് ഇവൾ ആരാന്നറിയാൻ വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ഇവളുടെ ഷൂ കാണാതെ പോയില്ലായിരുന്നു. ആ ഷൂ ഇവളുടെ ഡോറ് തുറന്നപ്പോൾ ഡോറിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇവൾ കാണുന്നു. ഇവൾ ഓടിച്ചെന്ന് ആ പാവയുടെ മുറിയിൽ നോക്കിയപ്പോൾ ആ പാവേനെ ഇവൾ കിടത്തി ഉറക്കിയിട്ടാണ് പോയത്. ഇപ്പോൾ ആ പാവ ഏറ്റിരിക്കുന്നത് ഇവൾ കാണുന്നു. ആ പാവയുടെ അടുത്ത് ആ റൂൾ പേപ്പറും ഇരിക്കുന്നത് ഇവൾ കണ്ടിട്ട് ഇവൾ പേടിച്ചോടിച്ചെന്ന് റൂം ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ആ റൂമിന്റെ പുറത്ത് ഒരു കൊച്ചിന്റെ സൗണ്ട് കേൾക്കുന്നതും ഇവൾ ശ്രദ്ധിക്കുന്നു. ഇവൾ എന്താണെന്നത് ശ്രദ്ധിച്ചു നോക്കി. ഇനി ഞാൻ പ്രോമിസ് ആയിട്ട് ഗുഡ് ബോയ് ആയിട്ടിരിക്കാം, ഇന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്നും പറഞ്ഞ് ആ ഡോറിന്റെ അടുത്ത് ഏതാണ്ട് ഒരു സാധനം വെച്ചിട്ട് പോകുന്നത് ഇവള് കണ്ടിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഇവള് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഇവള് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ബ്രെഡ് ആൻഡ് ജാമിനെ ആ കൊച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയത് കണ്ടപ്പോൾ ഇവക്ക് ആ പാവയുടെ മേളിലുള്ള ഭയം കുറയാൻ തുടങ്ങുന്നു. ആ മരിച്ചുപോയ കൊച്ചിന്റെ സോള് ചിലപ്പോ ഈ പാവയ്ക്കുള്ളിൽ ആയിരിക്കും ഉള്ളതെന്നോർത്ത് ഇവള് ആ റൂൾ പേപ്പറിലുള്ള എല്ലാ റൂൾസും ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം ഇവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നു. ആക്ച്വലി ഈ ജോലിക്ക് വരുന്നതിന് മുമ്പ് അവനോട് ഇവൾ വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ ജോലിക്ക് വന്നത്. ഈ പാവേനെ നോക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നോട് നുണ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട് അവൻ അന്ന് രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഇവൾ ആ പാവേനെ രാത്രി ഉറക്കിയിട്ട് ഇവളും ആ പാവയുടെ കൂടെ കിടന്നുറങ്ങുന്നു. ബോയ് ഫ്രണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ബ്ലഡ് ഡ്രോപ്പ് ആയിട്ട് ചാടുന്നത് കണ്ട് അവൻ പേടിച്ച് അലറുന്നു. ആ സൗണ്ട് കേട്ട് ഇവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഇവളുടെ അടുത്തിരുന്ന ആ പാവേനെ കാണുന്നില്ല. എന്താന്നോർത്ത് ഇവൾ ഓടിച്ചെന്ന് നോക്കിയപ്പോ ആ ബോയ് ഫ്രണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഈ പാവ ഒരു ചെയറിലിരിക്കുന്നു. ബോയ് ഫ്രണ്ടിന്റെ ഡ്രസ്സൊക്കെ വെച്ചിരുന്ന ആ പെട്ടിക്കകത്ത് കുറെ എലികളെ കൊന്നിട്ട് ഈ പാവ അതിന്റെ അകത്ത് വെച്ചത് കണ്ടിട്ട് അവൻ പേടിച്ചു നിൽക്കുന്നു. എന്നിട്ട് ആ ബ്ലഡിൽ തന്നെ ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതും അവര് കാണുന്നു. ഇവള് ഓടിച്ചെന്ന് ആ പാവയോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അന്നേരത്തേനും ആ ഗ്രോസറി കൊടുക്കുന്ന ചെറുക്കൻ അങ്ങോട്ട് കയറി വരുന്നു. ആ ഗ്രോസറി കൊടുക്കുന്ന ചെറുക്കനെ
പാവനെ കണ്ടപ്പോ ഇവരുടെ മേളില് ഡൗട്ട് വരുന്നു. ഈ പാവനെ വെച്ചല്ലേ നിങ്ങൾ രണ്ടുപേരും എന്നെ കളിപ്പിക്കുന്നേ എന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിച്ച് താഴെ എറിഞ്ഞ് അത് പൊട്ടിക്കുന്നു. അത് പൊട്ടി അടുത്ത സെക്കൻഡ് തന്നെ ആ വീട്ടിലുള്ള എല്ലാ ലൈറ്റ്സും ബ്ലിങ്ക് ആകാൻ തുടങ്ങുന്നു. എന്നിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ ആരോ ഓടുന്നത് പോലെയൊക്കെ സൗണ്ട് കേൾക്കുന്നു. അന്നേരമാണ് ഇവളുടെ ബോയ് ഫ്രണ്ട് പോലും ആ പാവയ്ക്കുള്ളിൽ ആ മരിച്ച കൊച്ചിന്റെ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നത്. അവിടെ ഇരുന്ന മിററിന്റെ പുറകിൽ ഏതാണ്ട് ഒച്ച കേൾക്കുന്നത് കൊണ്ട് അത് എന്താന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് കണ്ട് ഇവര് രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നു. അന്നേരമാണ് ആ ഗ്ലാസിന്റെ പുറകിൽ നിന്ന് ആ പാവേനെ പോലെ തന്നെ മാസ്കിട് ഒരാള് പുറത്തു വരുന്നത് ഇവർ കാണുന്നു. ഇവനെ കണ്ടപ്പോഴാണ് ഇവർക്ക് ഓരോ സത്യങ്ങൾ മനസ്സിലാകുന്ന. ആക്ച്വലി ആ കൊച്ചു മരിച്ചു പോയില്ല. ആ കൊച്ചിന് ഫയർ ആക്സിഡന്റിൽ ഫേസ് മുഴുവനും ബേൺ ആയതുകൊണ്ട് അവനെ ഈ വീട്ടിന്റെ ഉള്ളിൽ ആരും അറിയാതെ അവർ വളർത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇവന് വേണ്ടിയിട്ടാണ് എല്ലാ റൂൾസും എഴുതി ആ മുത്തശ്ശനും മുത്തശ്ശിയും ഇവളെ അപ്പോയിന്റും ചെയ്തത്. ആ പാവേനെ പൊട്ടിച്ച ദേഷ്യത്തിൽ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ അവൻ മർഡർ ചെയ്യുന്നു. ആ ഗ്രോസറി കൊടുക്കാൻ വന്ന ചെറുക്കനും ഇവളും അവിടുന്ന് എസ്കേപ്പ് ആകുന്നു. ആ സമയത്താണ് ആ വീട്ടിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു മുറിയുള്ളത് ഇവർ കാണുന്നത്. ആ മുറിക്കുള്ളിൽ ഈ ചെറുക്കന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. ഈ പെണ്ണിന്റെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പാവയ്ക്കിട്ട് അതിന്റെ കൂടെയാണ് ഈ ചെറുക്കൻ ഇത്രയും ദിവസം കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ആ മുത്തശ്ശനും മുത്തശ്ശിയും അവന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ട് പോയ ലെറ്റർ എടുത്ത് ഇവള് വായിക്കുന്നു. ആ ലെറ്ററിൽ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല, നിനക്ക് വേണ്ടിയിട്ടാണ് ആ പെണ്ണിനെ ഞങ്ങൾ അവിടെ വിട്ടിട്ട് പോയിരിക്കുന്നത്, ഇനി ആ പെണ്ണ് നിന്റെതാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സോ ഇവളെ എല്ലാരും കൂടി ചേർന്നാണ് പറ്റിച്ച് ഈ ജോലിയിൽ അപ്പോയിന്റ് ചെയ്തതെന്ന് ഇവര് മനസ്സിലാക്കുന്നു. ക്ലൈമാക്സിൽ ഗ്രോസറി കൊടുക്കാൻ വന്ന ചെറുക്കനും ഇവളും കൂടി ആ ചെറുക്കനെ അടിച്ചിട്ട് അവിടുന്ന് എസ്കേപ്പ് ആകുന്നു.